Good morning, dear students. How are you all? I hope you are fine. Okay, നമുക്ക് ഇന്ന് ബേസിക് സയൻസ് പഠിച്ചാലോ? കഴിഞ്ഞ ബേസിക് സയൻസ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? വെർട്ടിബ്രേറ്റ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ബോൺസ് ഓൾസോ ഗ്രോ അത് പഠിച്ചായിരുന്നു. ഇൻസൈഡ് ദി ബോൺസ് പഠിച്ചായിരുന്നു ഇല്ലേ? ഇന്ന് നമുക്ക് ബോൺസ് റിപ്പയർ ദംസെൽസ് പഠിക്കാം. ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഇന്ന് നമുക്ക് ബോൺസ് റിപ്പയർ ദംസെൽസ് പഠിക്കാം. Your body has a special capacity to heal itself. Same with the bones. Your body has a special capacity to heal itself. Same with the bones. നിങ്ങളുടെയൊക്കെ ബോഡി, നിങ്ങളുടെയൊക്കെ ശരീരത്തിന് സ്വയം തന്നെ സുഖപ്പെടുത്താനുള്ള ഒരു കഴിവ് ഉണ്ട്. ഇതേ കഴിവ് തന്നെ നമ്മുടെ എല്ലാവരുടെയും ബോൺസിനും ഉണ്ട്, അസ്ഥികൾക്കും ഉണ്ട്. Like other parts of our body, our bones also work day and night. Like other parts of our body, our bones also work day and night. നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ നമ്മുടെ ബോൺസും നമ്മുടെ അസ്ഥികളും രാവിലെയും അതുപോലെ രാത്രിയും ഒക്കെ തന്നെ പകലും രാത്രിയും ഒക്കെ തന്നെ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ട്. രാത്രിയും പകലും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്ന നമ്മുടെ ബോൺസ് വർക്ക് ചെയ്യുന്നുണ്ട്. Like other parts of our body, our bones also work day and night. നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ ബോൺസും ഡേയും അതുപോലെ നൈറ്റും പകലും രാത്രിയും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. Due to this, many wear and tear happen in our skeleton, but don't worry. ഈ കാരണത്താൽ തന്നെ എന്താണ് നമ്മുടെ അസ്ഥികൂടത്തിൽ നമ്മുടെ ഈ ബോൺസിനൊക്കെ ധാരാളം തേയ്മാനങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്താണ് your body has a special capacity to heal itself. Same with the bones. നമ്മുടെ ശരീരത്തിനൊക്കെ തന്നെ നമ്മുടെ ബോഡിക്കൊക്കെ തന്നെ സ്വയം സുഖപ്പെടുത്താനുള്ള ഒരു കഴിവ് ഉണ്ട്. ഇതേ കഴിവ് ആർക്കും ഉണ്ട്? നമ്മുടെ അസ്ഥികൾക്കും ഉണ്ട്. Like other parts of our body, our bones also work day and night. നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ ബോൺസ് എന്താണ് പകലും രാത്രിയും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. Due to this, many wear and tear happen in our skeleton. But don't worry. ഈ കാരണത്താൽ തന്നെ നമ്മുടെ ശരീരത്തെ ഈ അസ്ഥിക്ക് എന്ത് സംഭവിക്കുന്നു? കുറെ ധാരാളം തേയ്മാനങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ വിഷമിക്കണ്ട. Cells in our bones keep on regenerating. Cells in our bones keep on regenerating. നമ്മുടെ അസ്ഥികൾ എന്താണ്? അസ്ഥികളിലെ കോശങ്ങൾക്കൊക്കെ തന്നെ എന്താണ് ഒരു പുനരുജ്ജീവിക്കാൻ റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ട്. Cells in our bones keep on regenerating. നമ്മുടെ അസ്ഥികളിലെ ഈ കോശങ്ങൾക്കൊക്കെ തന്നെ എന്താണ് റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ട്. Replacing the old weak ones with new and strong ones. Cells in our bones keep on regenerating, replacing the old weak ones with new and stronger ones. നമ്മുടെ അസ്ഥികളിലൊക്കെ തന്നെ കോശങ്ങൾക്ക് വീണ്ടും റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇതെന്ത് ചെയ്യുന്ന വീക്കായിട്ടുള്ളതും അതുപോലെ പഴയതുമായിട്ടുള്ള ഈ അസ്ഥികളൊക്കെ എന്താണ് പുതിയതും ശക്തിയുള്ളതുമാക്കി മാറ്റി സ്ഥാപിക്കുന്നു അല്ലേ? Cells in our bones keep on regenerating, replacing the old weak ones with new and stronger ones. നമ്മുടെ അസ്ഥികളിലെ കോശങ്ങൾക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇത് എന്ത് ചെയ്യുന്ന ഇത് പഴയതും അതുപോലെ വീക്കായിട്ടുള്ളതിനെയും അതുപോലെ പഴയതും അതുപോലെ ഓൾഡും അതുപോലെ വീക്കായിട്ടുള്ളവയെ എന്ത് ചെയ്യുന്ന പുതിയതും അതുപോലെ തന്നെ എന്താണ് ശക്തവും ഉള്ളതായിട്ട് മാറ്റി സ്ഥാപിക്കുന്നു. Cells in our bones keep on regenerating, replacing the old weak ones with new and stronger ones. നമ്മുടെ അസ്ഥികളിലെ സെല്ലുകൾക്കൊക്കെ തന്നെ റീജനറേറ്റ് ചെയ്യാൻ പിന്നെ വീണ്ടും ഉത്പാദിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇത് എന്ത് ചെയ്യുന്ന പഴയതും അതുപോലെ വീക്കായിട്ടുള്ളതിനെ എന്ത് ചെയ്യുന്ന പുതിയതും അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ളതുമായിട്ട് മാറ്റി സ്ഥാപിക്കുന്നു. It takes almost 7 years for the cell in the bones to regenerate completely. It takes almost 7 years for the cell in the bones to regenerate completely. So after every 7 years we have a new skeleton. It takes almost 7 years for the cell in the bones to regenerate completely. So after every 7 years we have a new skeleton.
ഇതെന്താണ് അസ്ഥികൾ എന്ന് പറഞ്ഞ അസ്ഥികളിൽ ഈ കോശങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും പുനരുജ്ജീവിക്കാൻ ഏകദേശം എന്ത് വേണം 7 വർഷത്തോളം വേണം. അസ്ഥികളിൽ ഈ കോശങ്ങളൊക്കെ മൊത്തത്തില് വീണ്ടും റീജനറേറ്റ് ചെയ്തെടുക്കാൻ എത്ര വർഷം വേണം? 7 years വേണം. അങ്ങനെ ഓരോ 7 years കഴിയുമ്പോൾ എന്താണ് നമുക്ക് ഒരു പുതിയ ഒരു സ്കെൽറ്റൻ ഉണ്ടാകുന്നു. Cells in our bones keep on regenerating, replacing the old weak ones with new and stronger ones. It takes almost 7 years for the cell in the bones to regenerate completely. So after every 7 years we have a new skeleton. നമ്മുടെ അസ്ഥികളിലെ കോശങ്ങളൊക്കെ എങ്ങനെയാണ് വീണ്ടും റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇതെന്ത് ചെയ്യുന്ന പഴയതും അതുപോലെ എന്താണ് ദുർബലവുമായിട്ടുള്ള സ്ഥാനത്ത് പുതിയതും ശക്തവുമായിട്ടുള്ളതേ കൊണ്ടുവരുന്നു. ഇതെന്ത് ചെയ്യുന്ന അതുകൂടാതെ ഓരോ 7 വർഷങ്ങൾക്ക് ശേഷം 7 years കഴിയുമ്പോഴാണ് ഇത് നമ്മുടെ അസ്ഥികൾ ഈ സെല്ലൊക്കെ തന്നെ വീണ്ടും റീജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ 7 yearsന് ശേഷവും നമുക്ക് എന്താണ് ഒരു പുതിയ സ്കെൽറ്റൻ ഉണ്ടാകുന്നു. Our bones have the amazing capability to heal itself. Our bones have the amazing capability to heal itself. നമ്മുടെ അസ്ഥികൾക്ക് സ്വയം സുഖപ്പെടുത്താനുള്ള ഒരു കഴിവ് ഉണ്ട്. You must have seen boys or girls in your school with the plastered hands or legs because they have fractured their bones in an accident. You must have seen boys or girls in your school with the plastered hands or legs because they have fractured their bones in an accident. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ഏതെങ്കിലും ബോയ്സിനോ അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഗേൾസിനോ ഒക്കെ തന്നെ എന്താണ് അവിടെ കയ്യോ അല്ലെങ്കിൽ കാലോ ഒക്കെ പ്ലാസ്റ്റർ ചെയ്ത് വരുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇവരെ കയ്യോ കാലോ ഒക്കെ പ്ലാസ്റ്റർ ചെയ്തിട്ട് വരുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അവരുടെ ബോൺസ് അസ്ഥികൾ എന്ത് ചെയ്യുന്ന ഫ്രാക്ചർ വരുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്ലാസ്റ്റർ ഇടുന്നത്. You must have seen boys or girls in your school with the plastered hands or legs because they have fractured their bones in an accident. അപ്പം എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വരുമ്പോ എന്താണ് അസ്ഥികൾക്കൊക്കെ ഫ്രാക്ചർ ഉണ്ടാവും. അപ്പൊ എന്താണ് നിങ്ങളെയൊക്കെ സ്കൂളിലെ കുട്ടികളോ അല്ലെങ്കിൽ എന്താണ് ബോയ്സോ ഗേൾസോ ഒക്കെ തന്നെ ഇങ്ങനെ ഒരു ഫ്രാക്ചർ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കൈയും കാലും ഒക്കെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പം നമുക്ക് ആർക്കായാലും എന്താണ് ബോൺസിന് എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിക്കുമ്പോഴാണ് കയ്യോ കാലിലോ ഒക്കെ ബോൺസിന് എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? പ്ലാസ്റ്റർ ചെയ്യുമല്ലേ? Doctors put plaster around the affected part, making sure that the bones heal properly and straight. Doctors put plaster around the affected part, making sure that the bones heal properly and straight. തകരാറുള്ള ഈ അസ്ഥിക്ക് തകരാറ് പറ്റിയ ആ ഭാഗത്തിന് ചുറ്റും എന്ത് ചെയ്യുന്ന ഡോക്ടർമാര്? അവര് പ്ലാസ്റ്റർ ഇടുമല്ലേ? എന്നിട്ട് എന്താണ് ഈ അസ്ഥിയെ പഴയ രീതിയിൽ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കാനാണ് ഈ പ്ലാസ്റ്റർ ഡോക്ടർമാരെ ഇടുന്നത്. Doctors put a plaster around the affected part, making sure that the bones heal properly and straight. തകരാറുള്ള നമ്മുടെ അസ്ഥികൾക്ക് തകരാറ് സംഭവിച്ച ഭാഗത്തിന് ചുറ്റും ഡോക്ടർമാർ എന്ത് ചെയ്യും? പ്ലാസ്റ്റർ ഇടും. അപ്പൊ എന്ത് സംഭവിക്കും? അസ്ഥി പഴയതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആവാനും അതുപോലെ സുഖപ്പെടുത്താനുമാണ് അങ്ങനെ ചെയ്യുന്നത്. Bones produce a lot of new cells and tiny blood vessels from the both end of the broken part, which rebuild the gap between the bones. And the bones became as good as new. Bones produce a lot of new cells and tiny blood vessels from both the end of the broken part, which rebuild the gap between the bones, and the bones became as good as new. എന്താണ് ഈ തകരാറ് സംഭവിച്ച ബോൺസിന്റെ ഈ അറ്റത്ത് നിന്ന് സംഭവിക്കും? തകർന്ന ഭാഗങ്ങളിലെ ഈ 2 അറ്റങ്ങളിൽ നിന്നും ധാരാളം എന്ത് വരും? കോശങ്ങളും അതുപോലെ ബ്ലഡ് വെസലും ഒക്കെ എന്ത് ചെയ്യും? രൂപപ്പെടുന്നു. എന്താണ് ചെറിയ രക്തക്കുഴലും അതുപോലെ കോശങ്ങളൊക്കെ ഈ തകർന്ന അസ്ഥിയുടെ 2 ഭാഗത്തുനിന്ന് രൂപപ്പെടുന്നു. അങ്ങനെ എന്താണ് ഈ തകർന്ന അസ്ഥിക്ക് 2 അറ്റത്ത് നിന്ന് ഇങ്ങനെ ധാരാളം എന്താണ് കോശങ്ങളും അതുപോലെ ബ്ലഡ് വെസൽ രക്തക്കുഴലും രൂപം കൊള്ളുമ്പോ എന്ത് സംഭവിക്കും? ഇത് എല്ലുകൾക്കിടയിലുള്ള വിടവ് മാറ്റുകയും അത് ചെയ്യുന്ന ബോൺസിനെ മികച്ചതാക്കുകയും ചെയ്യുന്നു.
Bones produce a lot of new cells and tiny blood vessels from both ends of broken parts, which rebuild the gap between the bones, and the bones became as good as new. ഇതാണ് തകർന്ന ഭാഗങ്ങളിലെ രണ്ടറ്റങ്ങളിൽ നിന്ന് ധാരാളം സെല്ലും അതുപോലെ ബ്ലഡ് വെസലും ഒക്കെ എന്ത് ചെയ്യുന്നു? ഉത്പാദിപ്പിക്കുന്നു. ഇത് എന്ത് ചെയ്യുന്ന? ഇത് എല്ലുകൾക്കിടയിലുള്ള ആ ഒരു ഗ്യാപ്പ് വിടവങ്ങ് നികത്തും. എന്നിട്ട് എന്താണ്? ഈ എല്ലുകൾ കൂടുതൽ അസ്ഥികൾ കൂടുതൽ മികച്ചതാക്കി മാറ്റുകയും ചെയ്യുന്നു. സ്റ്റേ സേഫ്. സ്റ്റേ സേഫ്. ആക്സിഡന്റ് to happen, but you can avoid them and stay safe if you follow your teachers and coaches' instructions properly. Accidents do happen, but you can avoid them and stay safe if you follow your teachers and coaches' instructions properly. എന്താണ്? നമുക്ക് എപ്പോ വേണമെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കാം ഇല്ലേ? ആക്സിഡന്റ് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ എന്താണ്? നിങ്ങളുടെ അധ്യാപകരോ ടീച്ചേഴ്സോ അതുമല്ലെങ്കിൽ എന്താണ് പരിശീലകരോ ഒക്കെ തന്നെ അല്ലെങ്കിൽ എന്താ വീട്ടുകാർ നമ്മുടെ ഗ്രാൻഡ് പേരൻസോ ഒക്കെ തന്നെ അവരുടെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നമ്മൾ അനുസരിച്ചാൽ എന്ത് സംഭവിക്കും? അനുസരിച്ചാൽ നമുക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാനും ഈ ആക്സിഡന്റ് ഒക്കെ പരമാവധി ഒഴിവാക്കാനും പറ്റും. Accidents do happen, but you can avoid them and stay safe if you follow your teachers and coaches' instruction properly. അപ്പം നിങ്ങൾ എല്ലാവരും ആക്സിഡന്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ നിങ്ങൾ എല്ലാവരും എന്താണ് നമ്മുടെ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്റെ കോച്ചസിന്റെ ഒക്കെ ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ആക്സിഡന്റ്സ് ഒക്കെ പരമാവധി ഒഴിവാക്കാനും സുരക്ഷിതമായിട്ട് ഇരിക്കാനും പറ്റും. Always wear helmet, pads, knee guards, elbow guards and other protective gears for a particular activity or sports. ഒരു സ്പോർട്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ആക്ടിവിറ്റിയോ ചെയ്യുമ്പോൾ എല്ലാവരും എന്ത് ധരിക്കണം? പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ധരിക്കണം, അതുപോലെ എൽബോ ഗാർഡ്സ് ധരിക്കണം, പിന്നെന്താണ് നീ ഗാർഡ്സ്, അതുപോലെ എന്താണ് ഹെൽമെറ്റ് ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പോർട്സിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ആക്സിഡന്റ്സ് ഒക്കെ പരമാവധി വലിയൊരു ബോൺസിനൊക്കെ ഫ്രാക്ചർ ഉണ്ടാവാതെ രക്ഷപ്പെടാൻ സഹായിക്കും. Always wear helmet, pads, knee guards, elbow guards and other protective gears for a particular activity or sports. Always wear helmet, pads, knee guards, elbow guards and other protective gear for a particular activity or sports. എന്താണ്? ഒരു പ്രത്യേക പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ കായിക വിനോദത്തിലോ ഏർപ്പെടുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഹെൽമെറ്റ് ധരിക്കണം, പിന്നെന്താണ് കാൽമുട്ടുകളൊക്കെ ഗാർഡുകൾ ഇടണം, അതുപോലെ എൽബോയിൽ ഗാർഡ് ഇടണം, കൂടാതെ എന്താണ് മറ്റ് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഒക്കെ തന്നെ എല്ലാവരും ധരിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് ഈ ആക്സിഡന്റ് സംഭവിക്കുമ്പോ ഇപ്പം എന്തെങ്കിലും ഒരു സ്പോർട്സിൽ ഏർപ്പെടുമ്പോ നമ്മളൊന്ന് ഓടിയോ ചാടിയോ അല്ലെങ്കിൽ അപ്പയൊക്കെ എന്താ ഒന്ന് വീഴുമ്പോ ഉണ്ടാവുന്ന ആ ഒരു ഫ്രാക്ചർ, എല്ലിനുണ്ടാകുന്ന ഫ്രാക്ചർ ഒക്കെ എന്താണ് പരമാവധി ഒഴിവാക്കാൻ സഹായിക്കും ഇത്തരം പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ എന്താണ് ഒരു പ്രത്യേക പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കായിക വിനോദത്തിലോ ഏർപ്പെടുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഹെൽമെറ്റ് ധരിക്കണം, അതുപോലെ നീ ഗാർഡ്സ് ധരിക്കണം, എൽബോ ഗാർഡ്സ് ധരിക്കണം, പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് തുടങ്ങിയവയൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ എല്ലിനുണ്ടാകുന്ന ബോൺസിനുണ്ടാകുന്ന ഫ്രാക്ചർ ഒഴിവാക്കാൻ പറ്റും. കാരണം എന്താ? എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ എന്താണ് ബോൺസിന് ഫ്രാക്ചർ ഉണ്ടാകുന്നത് ഇത്തരം പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ധരിച്ചു കഴിഞ്ഞാൽ. ബിഗ് ബോൺസ്. ഇനി എന്താണ് ബിഗ് ബോൺസ് നോക്കാം. Deficiency of calcium lead to a bone disease called osteoporosis. Deficiency of calcium lead to a bone disease called osteoporosis. എന്താണ്? കാൽസ്യത്തിന്റെ കുറവ് ഒരു രോഗത്തിന് കാരണമാകുന്ന അസ്ഥികൾക്ക്. ഏത് രോഗത്തിനാണ്? ഓസ്റ്റിയോപൊറോസിസ്. എന്താണ് ഓസ്റ്റിയോപൊറോസിസ്? എന്താണ്? കാൽസ്യത്തിന്റെ കുറവ് അസ്ഥികൾക്ക് ഒരു രോഗത്തിന് കാരണമാകുന്നു. എന്ത് രോഗമാണ്? ഓസ്റ്റിയോപൊറോസിസ്. എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകുന്നത് എന്തിന്റെ കുറവ് മൂലമാണ്? നമ്മുടെ ശരീരത്തില് കാൽസ്യം കുറയുമ്പോൾ അസ്ഥികൾക്ക് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകുന്നു. Deficiency of calcium due to a bone disease called osteoporosis. എന്താണ്? Deficiency of calcium lead to a bone disease called osteoporosis. എന്താണ്? കാൽസ്യത്തിന്റെ കുറവ്
ബോൺസിന് എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് കാരണമാകുന്നു. നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ കുറവ് അസ്ഥികൾക്ക് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാവാൻ കാരണമാകുന്നു. Deficiency of calcium leading to a bone disease is called osteoporosis. കാൽസ്യത്തിന്റെ കുറവ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് ഒരു അസ്ഥി രോഗത്തിലേക്ക് നയിക്കുന്നു. Osteoporosis leads to a very weak and a fragile bones which may break very easily even by sneezing. Osteoporosis leads to a very weak and a fragile bones which may break very easily even by sneezing. എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്? വളരെ ദുർബലം, അതുപോലെ അസ്ഥികൾക്ക് എന്താണ് വളരെ ദുർബലമാക്കുകയും അസ്ഥികളെയൊക്കെ ഈ ഒരു രോഗം വളരെ ദുർബലമാക്കുകയും അവ എന്തെങ്കിലും ചെയ്യുന്നത് ഒരു തുമ്മുമ്പോ പോലും ഈ അസ്ഥികളൊക്കെ എന്താ ഒടിഞ്ഞു പോകാൻ കാരണമാവുകയും ചെയ്യുന്നു. Deficiency of calcium leads to a bone disease called osteoporosis. Osteoporosis leads to a very weak and a fragile bones which may break very easily even by sneezing. എന്താണ് നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ കുറവ് ബോൺസിനൊക്കെ തന്നെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാവാൻ കാരണമാകുന്നു. ഈ ഓസ്റ്റിയോപോറോസിന് രോഗം ഉണ്ടാകാൻ എന്ത് ചെയ്യുന്നത്? നമ്മുടെ അസ്ഥികളൊക്കെ വളരെ വീക്കാവും. അസ്ഥികൾ എന്ത് സംഭവിക്കും? ബോൺസ് ഒക്കെ വളരെയധികം വീക്കാവുകയും നമ്മൾ തുമ്മുമ്പോൾ പോലും ഈ അസ്ഥികളൊക്കെ എന്ത് ചെയ്യും? ഒടിഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ കുറവാണ് എന്തിന് കാരണമാകുന്നത്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു അസ്ഥി രോഗത്തിന് കാരണമാകുന്നത്. ഈ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുമ്പോൾ എന്താണ്? നമ്മുടെ ബോൺസ് ഒക്കെ വീക്ക് ആവുകയും നമ്മളിത് തുമ്മുമ്പോൾ പോലും ആ അസ്ഥികൾ എന്ത് ചെയ്യുന്നു? ഒടിഞ്ഞു പോവുകയും ചെയ്യുന്നു. Bones fail to repair on their own in osteoporosis. If we see under the microscope, healthy bones are much denser and look like a honeycomb. But osteoporosis stays between the hole in much larger, making them weak and prone to accidents. Bones fail to repair on their own in osteoporosis. Bones fail to repair on their own in osteoporosis. ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള ഒരു അസുഖം ഉണ്ടാകുമ്പോൾ അസ്ഥികൾക്ക് സ്വയം തന്നെ റിപ്പയർ ചെയ്യാനുള്ള ആ ഒരു കഴിവങ്ങ് ഇല്ലാതാകും. If we see under the microscope, healthy bones are much denser and look like a honeycomb. If we see under the microscope, healthy bones are much denser and look like a honeycomb. എന്താണ്? നമ്മളാണെങ്കിൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ആരോഗ്യമുള്ള അസ്ഥികളൊക്കെ തന്നെ എങ്ങനെയിരിക്കും? ഹണികോമ്പ് പോലെയാണ്. മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യമുള്ള അസ്ഥികളൊക്കെ തന്നെ എന്താ? ഒരു ഹണികോമ്പ് പോലെയാണ്. But in osteoporosis, space between the hole is much larger, making them weak and prone to accidents. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ അസുഖം എന്താണ്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ അസുഖം ബോൺസിനെ ബാധിക്കുമ്പോൾ എന്താണ്? അസ്ഥികൾക്കിടയിൽ സുഷിരങ്ങൾ വളരെ വലുതാവുകയും ഈ ഹോൾസ് ഒക്കെ വളരെ വലുതാവുകയും ഇതെന്തിന് കാരണമാകുന്നു? ഇത് അസ്ഥിയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. If we see under the microscope, healthy bones are much denser and look like a honeycomb. But in osteoporosis, space between the holes is much larger, making them weak and prone to accidents. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ആരോഗ്യമുള്ള അസ്ഥികൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആരോഗ്യമുള്ള അസ്ഥികളില് ഹണികോമ്പ് പോലെയാണ്. എന്നാൽ ഓസ്റ്റിയോപോറോസിസ് ബാധിച്ചിട്ടുള്ള അസ്ഥികൾ എങ്ങനെയായിരിക്കും? അവർക്കിടയിൽ എന്താണ്? വളരെ വലിയൊരു ഹോൾ ഉണ്ടാവുകയും ഇത് അസ്ഥികളെ കൂടുതൽ ദുർബലമാക്കുകയും ചെയ്യുന്നു. How to have healthy bones? എങ്ങനെ നമുക്ക് ഹെൽത്തി ബോൺസ് ഉണ്ടാക്കാം? How to have healthy bones? To lead an active and healthy life, we should make sure that our bones are strong and steady enough. To lead an active and healthy life, we should make sure that our bones are strong and steady enough. To lead an active and healthy life, we should make sure that our bones are strong and steady enough. നമുക്കൊരു ആക്റ്റീവും അതുപോലെ ഹെൽത്തി ലൈഫ് നയിക്കാനായിട്ട് എന്ത് വേണം? നമ്മുടെ ബോൺസ് ഒക്കെ നല്ല സ്ട്രോങ്ങും സ്റ്റഡി ആയിരിക്കുകയും വേണം. Following points will help us to have healthy bones. ഹെൽത്തി ബോൺസിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്? ഫസ്റ്റ് നോക്കിക്കേ, കാൽസ്യം ആൻഡ് വിറ്റമിൻ ഡി ആർ ഇമ്പോർട്ടന്റ് ഫോർ ഹെൽത്തി ബോൺസ്.
കാൽസ്യം ആൻഡ് വിറ്റമിൻ ഡി ആർ ഇമ്പോർട്ടന്റ് ഫോർ ഹെൽത്തി ബോൺസ്. നല്ല ആരോഗ്യമുള്ള ബോൺസിന് എന്ത് വേണം? കാൽസ്യം വേണം, വിറ്റാമിൻ ഡിയും വേണം. Have 3 or 4 serving of dairy products like milk and curd. Have 3 or 4 serving of dairy products like milk and curd. ഇതാണ് 3-4 സെർവിങ്സ് ഡയറി പ്രൊഡക്റ്റ് ആയിട്ടുള്ള പാലോ അല്ലെങ്കിൽ തൈരോ ഒക്കെ നമ്മൾ കഴിക്കണം. Green leafy vegetables are very good source of vitamin D. Green leafy vegetables are very good source of vitamin D, including them generously in your meals. Green leafy vegetables are very good source of vitamin D. Include them generously in your meals. ഇതാണ് നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ തന്നെ എന്താണ് ഏറ്റവും നല്ല ഉറവിടമാണ് വിറ്റാമിൻ ഡിയുടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ തന്നെ എന്താണ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പ്ലേ ഔട്ട്ഡോർ ഗെയിംസ് അണ്ടർ ദ സൺ ടു ഗെറ്റ് വിറ്റാമിൻ ഡി ഫോർ യുവർ ബോഡി. നമ്മള് നല്ല ചൂടുള്ള സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്താണ് കളിക്കണം. അപ്പൊ എന്താണ് നമുക്ക് സൂര്യനിൽ നിന്ന് വിറ്റാമിൻ ഡി കിട്ടും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഡി സൂര്യനിൽ നിന്ന് കിട്ടും. നമ്മൾ സൂര്യപ്രകാശം ഉള്ളപ്പോ കളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സൂര്യനിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിന് ലഭിക്കും. Avoid watching television or play games on tab for long hours. Avoid watching television or play games on tab for long hours. ഇതാണ് കൂടുതൽ സമയം ടി വി കാണുന്നതും അതുപോലെ ഒരുപാട് നേരം ഇരുന്ന് നമ്മുടെ ടാബിലൊക്കെ ഗെയിം കളിക്കുന്നതും ഒഴിവാക്കണം. അതൊന്നും നമ്മുടെ ബോൺസിന് നല്ല കാര്യങ്ങളല്ല. ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഡു എ ലോട്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് റണ്ണിങ്, സൈക്ലിംഗ് ആൻഡ് സ്വിമ്മിങ്. റണ്ണിങ് ഓടുക, അതുപോലെ സൈക്ലിങ്, നീന്തുക തുടങ്ങിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്യണം. അപ്പം നമ്മുടെ ഹെൽത്തി ബോൺസിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, കാൽസ്യം ആൻഡ് വിറ്റമിൻ ഡി ആർ ഇമ്പോർട്ടന്റ് ഫോർ ഹെൽത്തി ബോൺസ്. നമ്മുടെ ആരോഗ്യമുള്ള ബോൺസിന് എപ്പോഴും കാൽസ്യം ഡിയും കാൽസ്യവും അതുപോലെ വിറ്റമിൻ ഡിയും ആവശ്യമാണ്. നല്ല ആരോഗ്യമുള്ള ബോൺസിന് വിറ്റമിൻ ഡിയും കാൽസ്യവും ആവശ്യമാണ്. കാൽസ്യം ആൻഡ് വിറ്റമിൻ ഡി ആർ ഇമ്പോർട്ടന്റ് ഫോർ ഹെൽത്തി ബോൺസ്. നല്ല ആരോഗ്യമുള്ള ബോൺസിന് വേണ്ടി കാൽസ്യം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന്, അതുപോലെ വിറ്റമിൻ ഡിയും ആവശ്യമാണ്. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. Have 3 or 4 serving of dairy products like milk and curd. നമ്മള് ഡയറി പ്രോഡക്ട്സ് ആയിട്ടുള്ള മിൽക്ക്, കേർഡ് ഒക്കെ 3-4 സെർവിങ്സ് ഉപയോഗിക്കണം. തേർഡ് പോയിന്റ് നോക്കിക്കേ. Green leafy vegetables are very good source of vitamin D. Include them generously in your meals. നല്ല ഗ്രീൻ ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾ എന്താ പച്ച കളറിലുള്ള നല്ല ഇലക്കറികളൊക്കെ തന്നെ നമ്മൾ കൂടുതൽ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. എന്താണ് അങ്ങനെ ഉൾപ്പെടുത്തുന്നത്? ഇലക്കറികളൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഇലക്കറികളിൽ ഒരുപാട് വിറ്റമിൻ ഡി ഉണ്ട്. അതൊക്കെ നമ്മുടെ എല്ലിന് വളരെയധികം നല്ലതാണ്. Green leafy vegetables are very good source of vitamin D. Include them generously in your meals. നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ കൂടുതൽ വിറ്റാമിൻ ഡി ഉണ്ട്. ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യമുള്ള ബോൺസ് കിട്ടൂ. പ്ലേ ഔട്ട്ഡോർ ഗെയിംസ് അണ്ടർ ദ സൺ ടു ഗെറ്റ് വിറ്റാമിൻ ഡി ഫോർ യുവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഡി കിട്ടാനായിട്ട് സൂര്യപ്രകാശം ഉള്ളപ്പോൾ നമ്മൾ കഴിക്കണം. കാരണം എന്താ? സൂര്യനിൽ നിന്നാണ് നമുക്ക് വിറ്റാമിൻ ഡി കൂടുതലായിട്ട് കിട്ടുന്നത്. Avoid watching television or play games on tab for long hours. ഇതാണ് കൂടുതൽ നേരം ടി വി കാണുന്നതും അതുപോലെ ഒരുപാട് നേരം ഇരുന്ന് ഗെയിം കളിക്കുന്നതൊക്കെ ഒഴിവാക്കണം. ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഡു എ ലോട്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് റണ്ണിങ്, സൈക്ലിംഗ് ആൻഡ് സ്വിമ്മിങ്. ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള സൈക്ലിംഗ്, അതുപോലെ റണ്ണിങ്, സ്വിമ്മിങ് തുടങ്ങിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്യണം. അപ്പൊ നമ്മുടെ എല്ലുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചായിരുന്നു. ഇന്ന് നമുക്ക് ആ ക്ലാസ്സിൽ പഠിക്കാത്ത ക്വസ്റ്റ്യൻ ആൻസർ ആണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും പേജ് നമ്പർ 201 എടുത്തേ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ഫസ്റ്റ് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പേജ് നമ്പർ 201 എടുത്തോ? ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിക്കേ. How healthy bones and weak bones differ from each other.
ഹൗ ഹെൽത്തി ബോൺസ് ആൻഡ് വീക്ക് ബോൺസ് ഡിഫർ ഫ്രം ഈച്ച് അതർ. നല്ല ഹെൽത്തി ബോൺസും അതുപോലെ വീക്ക് ബോൺസും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? If we look healthy bones under a microscope, they are much denser and look like a honeycomb. നമ്മളിപ്പം നല്ല ഹെൽത്തി ബോൺസ് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? ഒരു ഹണി കോമ്പ് പോലെയാണ് ആ ഹെൽത്തി ബോൺസ് ഇരിക്കുന്നത്. ബട്ട് ഇൻ ഓസ്റ്റിയോപൊറോസിസ് space between the hole is much larger, making them weak and prone to accidents. എന്നാൽ വീക്കായിട്ടുള്ള ബോൺസ്, അതായത് ഓസ്റ്റിയോപൊറോസിസ് ബാധിച്ചിട്ടുള്ള അസ്ഥികളിൽ എങ്ങനെയാണ് കാണുന്നത്? അതിനകത്ത് ഈ അസ്ഥികൾക്കിടയിൽ വലിയൊരു ഹോൾ ഉണ്ടാവുകയും ഇതെന്ത് ചെയ്യുന്നു? അസ്ഥികളെ കൂടുതൽ ദുർബലമാക്കുകയും ചെയ്യുന്നു. 7th ക്വസ്റ്റ്യൻ നോക്കിക്കേ. Why doctors put a plaster on fractured bones? Why doctors put a plaster on fractured bones? ബോൺസിന് ഫ്രാക്ചർ പറ്റുമ്പോൾ എന്തിനാണ് ഡോക്ടർ പ്ലാസ്റ്റർ ഇടുന്നത്? എന്തിനായിരിക്കും? ഡോക്ടേഴ്സ് പുട്ട് പ്ലാസ്റ്റർ അറൌണ്ട് ദ അഫക്റ്റഡ് പാർട്ട്, മേക്കിംഗ് ഷുവർ ദാറ്റ് ദ ബോൺസ് ഹീൽ പ്രോപ്പർലി ആൻഡ് സ്ട്രെയിറ്റ്. ഇപ്പം ബോൺസിന് എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിക്കുമ്പോൾ ഡോക്ടർമാര് എന്താണ് പ്ലാസ്റ്റർ ചെയ്യുന്നത്? എന്തിനാണ്? ആ ഭാഗം പ്ലാസ്റ്റർ ചെയ്യുന്നത് പണ്ടത്തെ പോലെ തന്നെ ആ ബോൺസ് വീണ്ടും സ്വയം ശരിയാവാനും അതുപോലെ സ്ട്രെയിറ്റ് ആവാനും വേണ്ടിയാണ്. ആ ബോൺസ് സുഖപ്പെടാനാണ് ഡോക്ടർമാർ എന്ത് ചെയ്യുന്നത്? ബോൺസിന് ഫ്രാക്ചർ പറ്റുമ്പോൾ അതിന്റെ ആ അഫക്റ്റഡ് പാർട്ടിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്? പ്ലാസ്റ്റർ ഇടുന്നത്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ ഷാൾ വി കീപ് അവർ ബോൺസ് സ്ട്രോങ് ആൻഡ് ഹെൽത്തി? എങ്ങനെയാണ് നമ്മുടെ ബോൺസ് സ്ട്രോങ്ങും ഹെൽത്തി ആയിട്ട് വെക്കുന്നത്? ഹൗ ഷാൾ വി കീപ് അവർ ബോൺസ് സ്ട്രോങ് ആൻഡ് ഹെൽത്തി? എങ്ങനെയാണ് നമ്മുടെ ബോൺസ് നല്ല സ്ട്രോങ്ങും ഹെൽത്തി ആയി വെക്കുക? എന്തൊക്കെ ചെയ്യണം അതിന്? ഹാവിംഗ് 3 or 4 serving of dairy products like milk and curd. നമ്മളെന്താണ് 3 അല്ലെങ്കിൽ 4 സെർവിങ്സ് ഡയറി പ്രോഡക്റ്റ് ആയിട്ടുള്ള മിൽക്ക് അല്ലെങ്കിൽ കേർഡ് ഒക്കെ കഴിക്കണം അല്ലേ? പിന്നെന്താണ്? പ്ലേയിങ് ഔട്ട്ഡോർ ഗെയിംസ് അണ്ടർ ദ സൺ ടു ഗെറ്റ് വിറ്റമിൻ ഡി ഫോർ യുവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ഡി ലഭിക്കാനായിട്ട് നമ്മള് എന്താണ് സൂര്യപ്രകാശം ഉള്ളപ്പോ എന്ത് ചെയ്യണം? കളിക്കുകയൊക്കെ ചെയ്യണം. കാരണം എന്താ? സൂര്യനിൽ നിന്നാണ് നമുക്ക് വിറ്റമിൻ ഡി കിട്ടുന്നത്. ഈ വിറ്റമിൻ ഡി നമ്മുടെ ബോൺസിന് ഹെൽത്ത് നൽകാനും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. Playing outdoor games under the sun to get vitamin D for your body. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ഡി ലഭിക്കാനായിട്ട് നമ്മള് സൂര്യനുള്ളപ്പം എന്താണ് അവിടെ വെച്ച് കളിക്കണം അല്ലേ? സൂര്യപ്രകാശം ഉള്ളപ്പം കളിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം സൂര്യനിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വിറ്റമിൻ ഡി കിട്ടുന്നത്. Avoiding watching television or playing games on tab for long hours. Avoiding watching television or playing games on tab for long hours. Avoiding watching television or play games on tab for long hours. കുറേ നേരമായിട്ട് ഒരുപാട് നേരമായിട്ട് നമ്മള് എന്താണ് ടാബിൽ ഇരുന്ന് ഗെയിം കളിക്കുന്നതും അതുപോലെ ഒരുപാട് നേരം TV കാണുന്നതൊക്കെ ഒഴിവാക്കണം. ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ. Doing a lot of physical activities like running, cycling and swimming. എന്താണ്? റണ്ണിങ് ഓടുക, അതുപോലെ എന്താണ് സൈക്ലിംഗ്, അതുപോലെ എന്താണ് സ്വിമ്മിങ് തുടങ്ങിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ എന്ത് ചെയ്യണം? നമ്മള് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ നമ്മള് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ബോൺസിന് വളരെയധികം നല്ലതാണ്. അപ്പൊ എന്തൊക്കെയാണ് ബോൺസിന് ആവശ്യമായിട്ട്? ബോൺസ് നല്ല സ്ട്രോങ്ങും ഹെൽത്തും ആയിട്ട് ഇരിക്കാൻ ഇതൊക്കെ ചെയ്യണം. ഹാവിംഗ് 3 or 4 serving of dairy products like milk and curd. എന്താണ്? 3-4 സർവിങ്സ് ഡയറി പ്രൊഡക്ട്സ് ആയിട്ടുള്ള മിൽക്കോ കേർഡ് ഒക്കെ ഉപയോഗിക്കുക. അതുകൂടാതെ എന്താണ്? പ്ലേയിങ് ഔട്ട്ഡോർ ഗെയിംസ് അണ്ടർ ദ സൺ ടു ഗെറ്റ് വിറ്റമിൻ ഡി ഫോർ യുവർ ബോഡി. നമ്മുടെ ബോഡിക്ക് വിറ്റമിൻ ഡി കിട്ടാനായിട്ട് നമ്മള് സൂര്യപ്രകാശം ഉള്ളപ്പോ എന്താണ് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ കളിക്കണം. പിന്നെന്താണ്? അടുത്ത പോയിന്റ് എന്താണ്? അവോയ്ഡിങ് വാച്ചിങ് ടെലിവിഷൻ ഓർ പ്ലേ ഗെയിംസ് ഓൺ ടാബ് ഫോർ ലോങ് അവേഴ്സ്. ഒരുപാട് നേരം നമ്മള് ടാബിൽ നിന്ന് ഗെയിം കളിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് നമ്മള് വാച്ച് ചെയ്യുന്നത് TV കാണുന്നതും ഒക്കെ തന്നെ എന്താണ് ഒഴിവാക്കണം. Doing a lot of physical activities like running, cycling and swimming.
എന്താണ് ഓടുക, അതുപോലെ എന്താണ് സൈക്ലിംഗ്, സ്വിമ്മിങ്, നീന്തുക തുടങ്ങിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ചെയ്യണം. തുടങ്ങിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോൺസ് നല്ല ഹെൽത്തിയും അതുപോലെ സ്ട്രോങ്ങും ആയിട്ട് ഇരിക്കും. അപ്പം ഇന്ന് പഠിപ്പിച്ച ഈ ചാപ്റ്റർ ഇത്രയും നോട്ട്സ് ടീച്ചർ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഈ നോട്ട്ബുക്കിൽ എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അപ്പൊ എല്ലാവരും പഠിച്ചത് ടീച്ചറിന് വോയിസ് വിട്ട് തരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമുക്ക് കുറച്ച് മലയാളം പഠിച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. ഏതാ നമ്മുടെ പാഠത്തിന്റെ പേരെന്താ? ഒരു പാവന സ്മരണ. എന്താണ്? ഒരു പാവന സ്മരണ. അപ്പൊ എഴുതിയത് ആരാന്നറിയാമോ? ആരാ? നമ്മുടെ ഗാന്ധിജി അല്ലേ? ആരാ? മഹാത്മാഗാന്ധി. നമ്മുടെ മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആത്മകഥയിലെ ഒരു കുറച്ച് ഭാഗം, അതാണ് നമ്മൾ പാവന സ്മരണ എന്ന് പറഞ്ഞ പാഠത്തിലൂടെ പഠിക്കുന്നത്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഗാന്ധിജിയെ കുറിച്ച് അല്ലെ മഹാത്മാഗാന്ധിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. നിങ്ങൾക്ക് അറിയാതെ ടീച്ചറിന് അറിയാം, എങ്കിലും ടീച്ചർ കുറച്ചൊരു കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. എല്ലാവരും കേട്ടിരിക്കണം കേട്ടോ. നമ്മുടെ മഹാത്മാഗാന്ധി അല്ലേ, എന്താ മുഴുവൻ പേരെന്താ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അപ്പൊ അദ്ദേഹം എന്നാ ജനിച്ചതെന്ന് അറിയാമോ? എന്നാ? ഒക്ടോബർ 2, 1869. 1869 ഒക്ടോബർ 2 പോർബന്തറിലാണ് അദ്ദേഹം ജനിച്ചത്. എന്നാ മരണപ്പെട്ടതെന്ന് അറിയാമോ? എന്നാ? 1948 ജനുവരി 30-നാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, ഇപ്പൊ നമ്മള് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് പുത്തലി ഭായി എന്നും ആയിരുന്നു. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഗാന്ധിജി മഹാത്മാഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം ഒക്ടോബർ 2, 1869 ജനിച്ചു അല്ലെ, ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. പിന്നെ 1948 ജനുവരി 30 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധി, മാതാവിന്റെ പേര് പുത്തലി ഭായി. ഓക്കെ, പിന്നെന്താണ് അദ്ദേഹത്തിന്റെ നമുക്ക് ഗാന്ധിജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രൂപമുണ്ട് ഇല്ലേ? എന്താണ്? ഒരു ചക്ക, ഒരു വട്ട കണ്ണാടി അല്ലേ, എന്താ ഒരു മുട്ടുവരെ എത്തുന്ന ഒരു മുണ്ട്, ഒരു വടി, ഒരു മെലിഞ്ഞ ശരീരം. അപ്പൊ ഇതാണ് ഗാന്ധിജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമാണ് ഇദ്ദേഹത്തിന്റെ അല്ലേ. ഈ ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് അദ്ദേഹം കാണിച്ചത്? ജീവിതം തന്നെയാണ് സന്ദേശം, ജീവിതം തന്നെ സന്ദേശം എന്ന സത്യം നമുക്ക് കാണിച്ചു തന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. നമ്മൾ എന്താ അദ്ദേഹത്തെ വിളിക്കുന്ന? രാഷ്ട്രപിതാവിനെ. നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താ അഹിംസയിലും അതുപോലെ തന്നെ ആരെയും ഹിംസിക്കരുത്, അഹിംസയിലും സത്യത്തിലും അടിയുറച്ച് വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അല്ലെ. എന്താണ്? അഹിംസയിലും സത്യത്തിലും അടിയുറച്ച് വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പൊ സ്വന്തം ജീവിതം കൊണ്ട് തന്നെ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഗാന്ധിജിയുടെ ഒരു ആത്മകഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള നമ്മുടെ ഗാന്ധിജിയുടെ ഒരു ആത്മകഥയാണ് നമ്മളിപ്പോ പഠിക്കുന്ന എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇപ്പൊ വളരെ ഒരു വ്യക്തിക്ക് അല്ലേ എത്രമാത്രം ലളിതമായിട്ടുള്ള ജീവിതം നയിക്കാം എന്ന് നമുക്ക് കാണിച്ചു തന്ന ആളാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ഇനി നമ്മുടെ ഈ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആത്മകഥയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചാണ് അദ്ദേഹം അതില് പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മകഥയിൽ തന്റെ ജീവിതത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് തന്റെ കുട്ടിക്കാലം മുതൽ 1921 വരെയുള്ള കാലഘട്ടമാണ് ഈ ഒരു ആത്മകഥയിൽ അദ്ദേഹം വിവരിക്കുന്നത്. തന്റെ കുട്ടിക്കാലം മുതൽ 1921 വരെയുള്ള ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് അദ്ദേഹം ഈ ആത്മകഥയിൽ മുഴുവൻ വിവരിക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ ഗുജറാത്തി ഭാഷയിലാണ് നമ്മുടെ ഈ ഒരു ആത്മകഥ അദ്ദേഹം എഴുതിയത്. അപ്പൊ അതിനുശേഷം ഇത് പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. അതായത് മലയാളം, തമിഴ്, കന്നഡ, ഒഡീസി, പിന്നെന്താ മണിപ്പൂരി, അങ്ങനെ സംസ്കൃതം, പഞ്ചാബി, അങ്ങനെ കുറെ ഭാഷകളിലായിട്ട് ഈ ഒരു ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഗുജറാത്തി ഭാഷയിൽ എഴുതി ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഇങ്ങനെ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മലയാളത്തിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. ജോർജ് ഇരുമ്പയം എന്ന് പറയുന്ന
അദ്ദേഹമാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ഒരു ആത്മകഥ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. പിന്നെ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടന്നാലോ? നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ഇതിനെ കുറിച്ച്? അപ്പൊ നമ്മള് മഹാത്മാഗാന്ധിയുടെ അല്ലെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആത്മകഥയിലെ കുറച്ച് ഭാഗമാണ് ഒരു ഭാവന സ്മരണ എന്ന പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി പാഠത്തിലേക്ക് കടന്നാലോ? നോക്കിക്കേ, ഒരു ഭാവന സ്മരണ. ഞാൻ ദർബാറിൽ വക്കീലായിരുന്ന കാലത്ത് ഓഫീസിലെ ഗുമസ്തന്മാർ പലപ്പോഴും എന്റെ കൂടെ പാർത്തിരുന്നു. അപ്പൊ അദ്ദേഹം വക്കീലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള പല ആളുകളും അല്ലെ ഗുമസ്തന്മാരും അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഹിന്ദുക്കളും ഉണ്ട്, ക്രിസ്ത്യാനികളും ഉണ്ട്. അങ്ങനെ എന്താണ്, പല ആൾക്കാര് അദ്ദേഹത്തിന്റെ ഗുമസ്തന്മാരായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ആ ആളുകളെല്ലാം എന്താണ്, അവരിൽ ചിലർ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. ജന്മദേശത്തെ ആസ്പദമാക്കി പറഞ്ഞാൽ ഗുജറാത്തികളും തമിഴരും എന്റെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളായിട്ടല്ലാതെ അവരെ പറ്റി ഒരിക്കലെങ്കിലും ഞാൻ കരുതിയതായി ഓർമ്മിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ്, ഈ ഗുജറാത്തികളും തമിഴരും ഒക്കെ അദ്ദേഹത്തിന്റെ രക്തബന്ധം അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അവരെ ആ ഒരു രീതിയിലല്ലാതെ ഓർക്കാൻ സാധിക്കില്ല. എന്റെ കുടുംബാംഗങ്ങളോട് എന്ന പോലെ ഞാൻ പെരുമാറി. ഗാന്ധിജി നമുക്കറിയാമല്ലോ, എല്ലാവരും എന്താണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണ്. ആ ഒരു രീതിയിലാണ് അദ്ദേഹം എല്ലാവരോടും പെരുമാറിയിരുന്നത്. അങ്ങനെ പെരുമാറുന്നതിൽ എന്റെ ഭാര്യ എപ്പോഴെങ്കിലും തടസ്സമായി നിന്നെങ്കിൽ ഞങ്ങൾ തമ്മിൽ രസക്കേടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്താണ്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അത്ര ഇഷ്ടമല്ലല്ലേ എല്ലാ ആൾക്കാരെയും തന്റെ കുടുംബാംഗങ്ങളെ പോലെ കാണുകയും അവരോട് അത്രമാത്രം സ്നേഹം കാണിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പൊ അതും പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനോട് എന്താ വഴക്കിടാറുണ്ട് അല്ലേ. അങ്ങനെ അദ്ദേഹത്തിന് എന്താ ആ ഒരു കാര്യത്തില് തന്റെ ഭാര്യ തടസ്സമായി നിൽക്കുന്ന സമയത്തെല്ലാം അവർ തമ്മിൽ രസക്കേട് ഉണ്ടാകാറുണ്ട്, വഴക്കുണ്ടാകാറുണ്ടായിരുന്നു അല്ലേ. ഗുമസ്തന്മാരിൽ ഒരാൾ പഞ്ചമജാതിയിൽ ജനിച്ച ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പൊ എന്താണ്, ആ ഗുമസ്തനിൽ ഒരാള് പഞ്ചമജാതിയിൽ ജനിച്ച ഒരു ക്രിസ്ത്യാനിയായിരുന്നു. പഞ്ചമജാതി എന്ന് വെച്ചാൽ എന്താണ്, അഞ്ചാമത്തെ ജാതിയിൽ ജനിച്ച ഒരു ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹത്തിന്റെ ഗുമസ്തരില് ഒരാള്. എന്തോ പറഞ്ഞത്, നമ്മുടെ മഹാത്മാഗാന്ധിജി അല്ലേ ദർബാറിൽ വക്കീലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന പല ഗുമസ്തന്മാരും അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു താമസിച്ചത്, അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ ആ കൂട്ടത്തില് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അങ്ങനെ പല പല ആളുകളുണ്ട് ഇല്ലേ. അപ്പം അദ്ദേഹം എന്തോ പറയുന്നത്, ഗുജറാത്തികളെയും തമിഴുള്ള ആളുകളെ അല്ലേ, തമിഴരും എന്റെ രക്തബന്ധത്തിൽപ്പെട്ടവരായിട്ടല്ലാതെ എനിക്ക് ഓർമ്മിക്കാൻ പോലും കഴിയുന്നത്. അപ്പൊ അവരോടൊക്കെ അദ്ദേഹത്തിന് അത്രമാത്രം അടുപ്പമുണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ ഈ അടുപ്പം കാണിക്കുന്നതിന് ഭാര്യയ്ക്ക് എന്താണ്, രസക്കേടായിരുന്നു അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലെ ഒരു ഗുമസ്തൻ പഞ്ചമജാതിയിൽപ്പെട്ട അഞ്ചാമത്തെ ജാതിയിൽ ജനിച്ച ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കേ. പാശ്ചാത്യ മാതൃകയിൽ ഉള്ളതായിരുന്നു ഞങ്ങളുടെ വീട്. പാശ്ചാത്യ മാതൃകയിൽ ഉള്ളതായിരുന്നു ഞങ്ങളുടെ വീട്. അപ്പൊ ഗാന്ധിജിയുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു പാശ്ചാത്യ രീതിയിലുള്ള വീടായിരുന്നു. മുറികൾക്കൊന്നിനും മലിനജലം പോകുന്നതിന് ഓവുകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓരോ മുറിയിൽ നിന്ന് മലിനജലം പുറത്തേക്ക് പോകണമെങ്കിൽ ഓവ് ഇല്ലേ, ചാലൊന്നും ഓരോ മുറികളിലും ഇല്ലായിരുന്നു, പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ഇല്ലായിരുന്നു. അതിനാൽ ഓരോ മുറിയിലും പാത്രം വെച്ചിരുന്നു. അപ്പൊ ഓരോ മുറിയിലെയും മലിനജലം എന്താണ് കളയണമെങ്കിൽ ഓരോ പാത്രം ഓരോ മുറിയിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെടുത്ത് വൃത്തിയാക്കി വെക്കുന്നതിന് ഒരു വേലക്കാരിയെയോ തൂപ്പുകാരിയെയോ ആക്കിയിരുന്നില്ല. അപ്പൊ എന്താണ്, ഈ മലിനജലം കൊണ്ട് കളഞ്ഞ് അവിടെ വൃത്തിയാക്കി വെക്കാൻ എന്താ അവിടെ ആ വീട്ടിലൊരു വേലക്കാരിയോ അല്ലെങ്കിൽ ഒരു തൂപ്പുകാരിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, വളരെ ലളിതമായ ജീവിതം നയിച്ചൊരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. അപ്പൊ അദ്ദേഹം എന്താണ് അവിടെ വേലക്കാരെയോ തൂപ്പുകാരെയോ ഒന്നും നിർത്തിയിരുന്നില്ല ഈ ജോലികളൊക്കെ ചെയ്യുന്നതിനായിട്ട്. ഞാനോ ഭാര്യയോ ഈ ജോലി ചെയ്തു വന്നു. അപ്പൊ ആരാണ് ഈ ജോലിയൊക്കെ ചെയ്തിരുന്നത്, ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് കസ്തൂർബാ ഗാന്ധി. അപ്പൊ അവർ രണ്ടുപേരും തന്നെയായിരുന്നു ഈ ജോലി ചെയ്തിരുന്നത്. വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഗുമസ്തന്മാർ അവനവന്റെ വിസർജന പാത്രം ശുചിയാക്കിയിരുന്നു. അപ്പൊ വീട്ടിൽ താമസിച്ചിരുന്ന ആ വിശ്വസ്തരായിട്ടുള്ള ഗുമസ്തന്മാർ എന്ത് ചെയ്തു, അവരവരുടെ വിസർജന പാത്രം അവർ തന്നെ ശുചിയാക്കി. അല്ലാതെ ആ വീട്ടില് പ്രത്യേകിച്ച് ഈ ജോലികളൊന്നും ചെയ്യാൻ ഗാന്ധിജി ഒരു വേലക്കാരിയോ തൂപ്പുകാരിയോ ഒന്നും നിർത്തിയിരുന്നില്ല. ഗാന്ധിജി തന്റെ ഭാര്യയും തന്നെ ആ ജോലികളെല്ലാം ചെയ്തു. അതുപോലെ തന്നെ എന്താണ്, അവിടെ വിശ്വസ്തരായിട്ടുള്ള ഗുമസ്തന്മാർ അവരവരുടെ വിസർജന പാത്രങ്ങൾ ശുചിയാക്കി വെച്ചു. എന്നാൽ മേൽപ്പറഞ്ഞ ക്രിസ്ത്യാനി ഗുമസ്തൻ പുതിയതായി വന്ന ആളായിരുന്നതിനാൽ അയാളുടെ കിടപ്പുമുറി വെടിപ്പാക്കിയിരുന്നത് ഞങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ക്രിസ്ത്യാനി ഇല്ലേ, ഏതാ പഞ്ചമജാതിയിൽപ്പെട്ട ക്രിസ്ത്യാനി എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം പുതിയതായിട്ട് വന്ന ഒരു ഗുമസ്തനായിരുന്നു. ഇവിടെ വീട്ടില് താമസിക്കാൻ വന്ന പുതിയതായിട്ടുള്ള ഒരു ഗുമസ്തനായിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ട് ഗാന്ധിജി ജോലികളൊന്നും ചെയ്യിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുറി പോലും
വൃത്തിയാക്കി കൊടുത്തിരുന്നത് നമ്മുടെ ഗാന്ധിജി ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. മറ്റുള്ളവരുടെ വിസർജന പാത്രങ്ങൾ വൃത്തിയാക്കുന്ന ജോലി ഭാര്യ നിർവഹിച്ചിരുന്നെങ്കിലും പഞ്ചമനായിരുന്ന ഒരുവൻ ഉപയോഗിച്ചിരുന്ന പാത്രം വൃത്തിയാക്കുന്നത് അതിന് കടന്നത് തന്നെയെന്ന് എന്റെ ഭാര്യയ്ക്ക് തോന്നി. അപ്പൊ മറ്റുള്ളവരുടെ എല്ലാ മുറികൾ വൃത്തിയാക്കിയ വിസർജന പാത്രമൊക്കെ എടുത്തിരുന്നതൊക്കെ ഗാന്ധിജിയും ഭാര്യയും കൂടെ ആയിരുന്നു. പക്ഷേ ഈ പഞ്ചമജാതിയിൽപ്പെട്ട ഈ ഒരു ക്രിസ്ത്യാനിയുടെ പാത്രം വൃത്തിയാക്കുന്നത് കുറച്ച് അധികമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ എന്താ, ആ ഗാന്ധിജിയുടെ ഭാര്യയ്ക്ക് അതത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ പിണക്കവും അപ്പൊ ആ പാത്രം വൃത്തിയാക്കാത്തതിനെ ചൊല്ലി ഗാന്ധിജിയുടെ ഭാര്യ അത് വൃത്തിയാക്കാറില്ല. അപ്പൊ അതിനെ ചൊല്ലി ഗാന്ധിജിയും ഭാര്യയും തമ്മിൽ ആ പാത്രം ഞാൻ വൃത്തിയാക്കുന്നത് കണ്ടു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഓക്കെ, തന്നെത്താൻ അത് ചെയ്യാൻ ഇഷ്ടവുമില്ലായിരുന്നു. അപ്പൊ എന്താണ്, ഗാന്ധിജിയുടെ ഭാര്യ ആ പാത്രം വൃത്തിയാക്കത്തില്ല. ആ പഞ്ചമജാതിയിൽപ്പെട്ട ക്രിസ്ത്യാനികളുടെ വിസർജന പാത്രം ഗാന്ധിജിയുടെ ഭാര്യ വൃത്തിയാക്കുന്നു. പക്ഷെ അത് ഗാന്ധിജി ചെയ്യാനും അവർ സമ്മതിച്ചിരുന്നില്ല, അല്ലെ? അത് ഗാന്ധിജി ചെയ്യുന്നത് കണ്ടു നിൽക്കാനും ആ സ്ത്രീക്ക് കഴിഞ്ഞില്ല. എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് കോപത്താൽ ചുവന്ന കടക്കണ്ണുകളോടെ കവിൾത്തടങ്ങളിൽ കൂടി മുത്തുമണികൾ ഒഴുക്കിക്കൊണ്ട് കയ്യിൽ പാത്രവുമായി അവർ കോണിപ്പടി ഇറങ്ങി വരുന്ന കാഴ്ച ഞാൻ ക്രൂരമായ ദയുള്ള ഒരു ഭർത്താവായിരുന്നു. എന്താ ഗാന്ധിജി ഇത് വൃത്തിയാക്കുന്നതിൽ ഗാന്ധിജിയെ കുറ്റവും പറഞ്ഞിട്ട് അവരിങ്ങനെ കോണിപ്പടികൾ ഇങ്ങനെ ഇറങ്ങി വരില്ലേ, കവിൾത്തടത്തിലൂടെ കണ്ണീരൊക്കെ ഒഴുകിക്കൊണ്ട് ഇങ്ങനെ കുറ്റവും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ച ഗാന്ധിജി പറയാം. അത് കാണുമ്പം ഗാന്ധിജി തോന്നുന്നത് എന്താണ്, ഞാൻ ക്രൂരനായ അല്ലെങ്കിൽ ക്രൂരമായ ദയുള്ള ഒരു ഭർത്താവാണ്. രണ്ടും ഗാന്ധിജി പറയുന്നു, ഞാൻ ക്രൂരനുമാണ് ദയുള്ള ആളുമാണ്, ഇല്ലേ? ഭാര്യയുടെ കാര്യത്തിൽ ഞാൻ ക്രൂരനുമാണ് ദയുള്ള ആളാണെന്ന് ഗാന്ധിജി തന്നെ പറയുന്നു. അവരെ പഠിപ്പിക്കാൻ അർഹതയുള്ള ആചാര്യനായി സ്വയം കരുതിക്കൊണ്ട് ഞാൻ അന്ധപ്രേമത്താൽ അവരെ അലട്ടി. അപ്പൊ എന്താണ്, ഗാന്ധിജിക്ക് അറിയാൻ തന്റെ ഭാര്യയെ താനാണ് ഇതെല്ലാം പഠിപ്പിക്കാൻ, ഇല്ലേ? അപ്പൊ ആ ഭാര്യയോടുള്ള അന്ധപ്രേമത്താൽ, അന്ധമായ പ്രേമത്താൽ ഗാന്ധിജി ഇങ്ങനെ അവരെ അലട്ടിക്കൊണ്ടിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പാത്രം ചുമന്നുകൊണ്ട് പോകുന്നത് കൊണ്ട് മാത്രം എനിക്ക് ഒട്ടും തൃപ്തി വന്നില്ല. അപ്പൊ ഇങ്ങനെ ആ പാത്രം കൊണ്ടുപോകുന്നത് കൊണ്ട് എന്താ, ഒരു തൃപ്തി ഇല്ല ഗാന്ധിജിക്ക്. ഏത് കാര്യം ചെയ്താലും അത് സന്തോഷത്തോടു കൂടി നമ്മൾ മനസ്സാ ചെയ്യണം. അപ്പൊ ആ ഒരു രീതിയായിരുന്നു ഗാന്ധിജിയുടേത്, ഇല്ലേ? അത് സന്തോഷത്തോടെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനാൽ ഞാൻ ഒച്ചയെടുത്ത് ഇങ്ങനെ പറഞ്ഞു, കേട്ടോ, ഈ അസംബന്ധങ്ങളൊന്നും എന്റെ വീട്ടിൽ നടക്കുകയില്ല. അപ്പൊ ഗാന്ധിജിയുടെ ഭാര്യ ഗാന്ധിജിയെ കുറ്റവും പറഞ്ഞുകൊണ്ട് ആ വിസർജന പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നത് പതിവായിരുന്നു, അല്ലേ? അപ്പം അത് അങ്ങനെ ആ പാത്രം എടുത്തോണ്ട് പോയിട്ട് കാര്യമില്ലെന്നാ ഗാന്ധിജി പറയുന്നത്. ചെയ്യുന്ന കാര്യം സന്തോഷത്തോടു കൂടും, ഇല്ലേ? ചെയ്യുന്ന കാര്യം സന്തോഷത്തോടു കൂടി നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യണം. അപ്പൊ ഗാന്ധിജി അതാണ് ആഗ്രഹിക്കുന്നത്, ആ ചെയ്യുന്ന കാര്യം എന്തായാലും സന്തോഷത്തോടെ ചെയ്യണം. അപ്പൊ അതിനാൽ ഗാന്ധിജി തന്റെ ഭാര്യയോട് ഒച്ചയെടുത്തിട്ട് പറയുന്ന, ഈ അസംബന്ധങ്ങളൊന്നും, ഇല്ലേ, ഈ കാര്യങ്ങളൊന്നും എന്റെ വീട്ടിൽ നടക്കുകയില്ല എന്ന്. അമ്പുപോലെ ഈ വാക്കുകൾ തുളച്ചു കയറി. അപ്പൊ ഗാന്ധിജിയുടെ ആ ഒരു വാക്കുകൾ, അസംബന്ധങ്ങളൊന്നും ഈ വീട്ടിൽ നടക്കില്ല എന്ന് പറയുന്ന ആ വാക്കുകൾ ആ ഗാന്ധിജിയുടെ ഭാര്യയുടെ, അല്ലേ, എന്താണ്, ഭാര്യയുടെ ആ വാക്ക് തുളച്ചു കയറി. അവർ ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ വീട് നിങ്ങൾക്ക്, ഞാൻ പൊയ്ക്കൊള്ളാം. അപ്പൊ ഗാന്ധിജിയുടെ ഭാര്യ എന്ത് പറഞ്ഞാൽ, അത് നിങ്ങളുടെ വീടല്ലെങ്കിൽ നിങ്ങൾക്ക്, നിങ്ങളുടെ വീട് നിങ്ങൾക്കാണെങ്കിൽ ഞാനങ്ങ് പൊക്കോളാം എന്ന് പറയുന്നു. ഞാൻ തന്നെത്താൻ മറന്നു, എന്നിൽ കാരുണ്യത്തിന്റെ ഉറവുനീരും വെച്ചു. അപ്പോഴത്തേക്ക് ഗാന്ധിജി സ്വയം മറന്നിട്ട് ഗാന്ധിജിയുടെ എന്താണ് കാരുണ്യം, നേരത്തെ പറഞ്ഞ ദയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ദയയെല്ലാം പറ്റി. ഞാൻ കൈക്ക് കടന്നു പിടിച്ച് ആ സാധു സ്ത്രീയെ കോണിപ്പടിക്കെതിരെയുള്ള ഗേറ്റിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടു ചെന്നിട്ട് കതക് തുറന്ന് പുറത്തേക്ക് തള്ളാൻ ഭാവിച്ചു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേനും ഗാന്ധിജിക്ക് ദേഷ്യം വന്നിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു, തന്റെ ഭാര്യയുടെ കൈ പിടിച്ച് ആ കോണിപ്പടിക്ക് നേരെയുള്ള വാതിലിലേക്ക് കൊണ്ടു ചെന്നിട്ട് കതക് തുറന്ന് പുറത്തേക്ക് പറഞ്ഞുവിടാൻ തള്ളിവിടാൻ ശ്രമിച്ചു. അവരുടെ കവിളുകളിൽ കൂടി കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അപ്പൊ ഇത് എത്രയായപ്പോഴത്തേക്കും ആ സ്ത്രീ എന്താണ്, കരയാൻ തുടങ്ങില്ലേ? നമ്മളെ വലിച്ച് വീടിന് പുറത്തുകൊണ്ടിടാൻ നോക്കുമ്പോ നമ്മളാരും കരയില്ലേ? അപ്പൊ അതുപോലെ ഗാന്ധിജിയുടെ ഭാര്യയുടെ കണ്ണിൽ കൂടി കണ്ണുനീര് ഇങ്ങനെ തുടുതുടായിട്ട് ഒഴുകാൻ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു, അങ്ങേക്ക് ലജ്ജയില്ലേ, ഇങ്ങനെ തന്നെത്താൻ മറക്കുമോ? ഞാൻ എങ്ങോട്ട് പോകും? എന്നെ താമസിപ്പിക്കാൻ അച്ഛനമ്മമാരോ ബന്ധുക്കളോ ഉണ്ടോ? ഞാൻ നിങ്ങളുടെ ഭാര്യയായി പോയതുകൊണ്ട് നിങ്ങളുടെ ഇടിയും തൊഴിയും കൊള്ളണമെന്നോ? ഈശ്വരനെ വിചാരിച്ച് മാന്യമായി പെരുമാറും, ഗേറ്റടയ്ക്കും. നമ്മളിങ്ങനെ പെരുമാറുന്നത് വഴിയെ പോകുന്നവർ കാണാതിരിക്കട്ടെ. അപ്പൊ ഗാന്ധിജി തന്റെ ഭാര്യയെ കൈക്ക് പിടിച്ച് വലിച്ചടിച്ച് വെളിയിൽ തള്ളാനായിട്ട് കഥകിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തുമ്പോ ഗാന്ധിജിയുടെ ഭാര്യ എന്ത് ചോദിക്കുന്നു, എന്താ അങ്ങേക്ക് ലജ്ജയില്ലേ എന്നെ ഇങ്ങനെ വലിച്ചടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കളയാനായിട്ട്? ഇങ്ങനെ ഒരാളെന്താ സ്വയം ഇങ്ങനെ തന്നെത്താൻ മറക്കുമോ? അല്ലേ, ഞാൻ എങ്ങോട്ട് പോകും? എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ല, എന്നെ താമസിപ്പിക്കാൻ അച്ഛനമ്മമാരോ ബന്ധുക്കളോ ഇല്ല. ഞാൻ നിങ്ങളുടെ
ഭാര്യയാണ്, എന്നെ ഇങ്ങനെ വലിച്ചെടുത്തുണ്ടോ നിങ്ങൾക്ക് ലജ്ജയില്ലേ? അപ്പൊ ഞാൻ നിങ്ങളുടെ ഭാര്യയായി പോയത് കൊണ്ട് എന്നെ ഇടിയും തൊഴിയും ഇല്ലേ, നിങ്ങളുടെ ഇടിയും തൊഴിയൊക്കെ കൊള്ളണമെന്നോ? ആരാ? ഗാന്ധിജിയുടെ ഭാര്യ ഗാന്ധിജിയോട് ചോദിക്കുവാണ്. ഈശ്വരനെ വിചാരിച്ച് നിങ്ങൾ കുറച്ച് മാന്യമായിട്ട് പെരുമാറിയിട്ട് എന്താണ് ആ ഗേറ്റൊക്കെ അടയ്ക്കൂ. നമ്മൾ തമ്മിൽ ഇങ്ങനെ അടി കൂടുന്നത് വഴിയെ പോകുന്നവര് ആരെയും കാണണ്ട. നാണക്കേടല്ലേ വഴിയെ പോകുന്നവര് വീട്ടിൽ അടി നടക്കുന്നത് കണ്ടാല്. ഗാന്ധിജിയുടെ ഭാര്യ ഗാന്ധിജിയോട് പറഞ്ഞത് ഗേറ്റ് അടയ്ക്കൂ, എന്നിട്ട് എന്താ അകത്ത് പോകാണില്ലേ, നമ്മളിങ്ങനെ ഇവിടെ കിടന്ന് അടി കൂടുന്നത് നാട്ടുകാരൊന്നും കാണണ്ട. അവർ ധൈര്യം നടിച്ചു. എങ്കിലും വാസ്തവത്തിൽ എനിക്ക് ലജ്ജ തോന്നി, ഞാൻ കഥ കടച്ചു. അപ്പൊ എന്താണ് ആ സ്ത്രീ വളരെ ധൈര്യത്തോടുകൂടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധിജിക്ക് സ്വയം ലജ്ജ തോന്നിയിട്ട് ഗാന്ധിജി കഥ കടച്ചു അല്ലേ, തിരിച്ച് കയറി. എന്റെ ഭാര്യയ്ക്ക് എന്നെ വിട്ടുപിരിയാൻ കഴിയില്ലെങ്കിൽ എനിക്ക് അവരെ പിരിയാനും സാധിക്കില്ല. അപ്പൊ ഗാന്ധിജി എന്താ പറയാ? എന്റെ ഭാര്യയ്ക്ക് എന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല, പിന്നെ എനിക്കും സാധിക്കില്ല. ഞങ്ങൾ തമ്മിൽ അനേകം കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അവയെല്ലാം രഞ്ജിപ്പിലാണ് കലാശിക്കാറ്. ഗാന്ധിജിയും ഭാര്യയും തമ്മിൽ പലപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഇടാറുണ്ട്, പക്ഷെ അതെല്ലാം എന്താണ് സമാധാനത്തിൽ അങ്ങ് തീരും. നിസ്തുലമായ സഹനശക്തി കൊണ്ട് ഭാര്യയാണ് എപ്പോഴും വിജയിക്കുന്നത്. ഭാര്യയ്ക്ക് എന്താണ് സഹനശക്തി ഉണ്ടല്ലേ, എന്തും സഹിക്കാനുള്ള ശക്തി കാരണം അവരായിരിക്കും ഈ വഴക്കിൽ എപ്പോഴും വിജയിക്കാറുള്ളതെന്ന് ഗാന്ധിജി പറയുന്നു. ഈ സംഭവം നിർവികാരനായി വിവരിക്കാൻ ഇന്ന് എനിക്ക് കഴിയും അല്ലെ. ഇന്ന് എന്താണ് അന്ന് നടന്ന ഈ ഒരു സംഭവം ഈ ബുക്ക് എഴുതുന്ന സമയത്ത് വിവരിക്കാൻ ഗാന്ധിജിക്ക് സാധിക്കുന്നുണ്ട്. നിർവികാരനായി അല്ലെ, പ്രത്യേകിച്ച് എന്താ നിർവികാരനായിട്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നു. ഞാൻ ഭാഗ്യത്താൽ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടതാണ് അല്ലെ. എന്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ട ആളാണ് ഞാൻ. ഇന്ന് ഞാൻ കാമാന്തനായ ഒരു പതിയല്ല, പത്നിയുടെ ആചാര്യനുമല്ല. അപ്പൊ എന്താണ് ഇന്ന് എനിക്ക് എന്താ കാമം കൊണ്ട് കണ്ണു കാണാത്ത ഒരു ഭർത്താവല്ല ഞാൻ. അതുപോലെ തന്നെ ഭാര്യയെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭാര്യയുടെ പത്നിയുടെ ആചാര്യനുമല്ല. കസ്തൂർബായ്ക്ക് വേണമെങ്കിൽ മുമ്പ് ഞാൻ അങ്ങോട്ട് കാണിച്ചതുപോലുള്ള രസക്കേടോട് കൂടിയിരിക്കാം അല്ലേ. പണ്ട് ഗാന്ധിജി അവരോട് എപ്പോഴും വഴക്കിടുകയും അവരെ ഇതുപോലെ വീട്ടിന് പുറത്താക്കാൻ നോക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അതുപോലെ ഈ സമയത്ത് എന്ത് ചെയ്യാം? തന്റെ ഭാര്യയ്ക്കും തന്നോട് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ തന്നോട് ഈ ഒരു രസക്കേട് കാണിക്കാമെന്ന് ഗാന്ധിജി പറയുവാണ്. ഞങ്ങൾ പരസ്പരം പരീക്ഷിച്ചറിഞ്ഞ സ്നേഹിതരാണ്. ഒരാളെ മറ്റൊരാളുടെ ഇച്ഛയ്ക്ക് വിഷയമായി കരുതുന്നില്ല അല്ലെ. എന്താണ് എന്റെ ഇഷ്ടത്തിന് തടസ്സമായിട്ട് അതവരെ കരുതുന്നില്ല. എനിക്ക് രോഗമായി കിടന്നപ്പോഴെല്ലാം നിസ്സാർത്ഥമായ ഒരു പരിചാരികയെ പോലെ അവർ എന്നെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഗാന്ധിജി പലപ്പോഴും രോഗാവസ്ഥയിൽ കിടന്നപ്പോഴെല്ലാം ഒരു പരിചാരികയെ പോലെ അദ്ദേഹത്തെ സംരക്ഷിച്ചതും ശുശ്രൂഷിച്ചതും എല്ലാം ആരാണ്? അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ്. അപ്പൊ നമ്മള് നമ്മൾ ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു ആത്മകഥയിൽ നമ്മള് കുറച്ച് ഭാഗം പഠിച്ചല്ലേ. അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടുള്ള രസക്കേടുകൾ, വഴക്ക്, അങ്ങനെയുള്ള ഒരു കുറച്ച് ഭാഗമാണ് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇത്രയുള്ളൂ നമ്മുടെ ആ ഒരു പാഠഭാഗം. നമ്മള് എന്താണ് ഗാന്ധിജിയുടെ ആത്മകഥ, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആത്മകഥയിലെ കുറച്ച് ഭാഗമാണ് ഇപ്പൊ നമ്മള് വായിച്ചത്. ഓക്കെ, നമുക്ക് അതിന്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കിയാലോ. അതില് പകരം പദം നമുക്ക് പഠിക്കാം. നോക്കിക്കേ, ആദ്യത്തെ വാക്ക് മലിനജലം. മലിനജലം എന്ന് വെച്ചാൽ എന്താണ്? അഴുക്ക് ജലം. എന്താണ്? അഴുക്ക് ജലം. അടുത്ത വാക്ക് ഓവ്. ഓവ് എന്ന് വെച്ചാൽ എന്താ? വെള്ളം പോകുന്നതിനുള്ള ചാല്. എന്താണ്? വെള്ളം പോകുന്നതിനുള്ള ചാല്. അടുത്ത വാക്ക് വെടിപ്പാക്കുക. വെടിപ്പാക്കുക എന്ന് വെച്ചാൽ എന്താണ്? വൃത്തിയാക്കുക. എന്താണ്? വൃത്തിയാക്കുക. പഞ്ചമം. പഞ്ചമം എന്ന് വെച്ചാൽ എന്താ? അഞ്ചാമത്തെ. നമ്മൾ പറഞ്ഞില്ലേ, അഞ്ചാമത്തെ ജാതിയിൽപ്പെട്ട ക്രിസ്ത്യാനിയായിരുന്നു അതെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? പഞ്ചമം അഞ്ചാമത്തെ. അന്ധപ്രേമം. അന്ധപ്രേമം എന്ന് വെച്ചാല് അന്ധമായ പ്രേമം. അന്ധപ്രേമം എന്ന് വെച്ചാൽ എന്താണ്? അന്ധമായ പ്രേമം. അടുത്ത വാക്ക് നീര്. നീര് എന്ന് വെച്ചാൽ എന്താ? വെള്ളം. ലജ്ജ. ലജ്ജ എന്ന് വെച്ചാൽ നാണം. കാമാന്ധൻ എന്ന് വെച്ചാൽ എന്താ? കാമം കൊണ്ട് കണ്ണു കാണാത്തവൻ. നിസ്സാർത്ഥം എന്ന് വെച്ചാൽ സ്വാർത്ഥതയില്ലാത്ത. നമ്മൾ പറഞ്ഞില്ലേ, ഗാന്ധിജി പലപ്പോഴും രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ സ്വാർത്ഥതയില്ലാതെ വെച്ചാൽ ഒരു എന്താണ്? ഒരു സ്വാർത്ഥതയില്ലാതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ സൂക്ഷിക്കുന്നത്. എന്താ നിസ്സാർത്ഥം? സ്വാർത്ഥതയില്ലാത്ത. അപ്പൊ നമ്മൾ എന്തോ പഠിച്ചത്? പകരം പദം പറയാനില്ലേ. ആദ്യത്തെ വാക്ക് മലിനജലം. മലിനജലം എന്താണ്? അഴുക്കുജലം. അടുത്തത് ഓവ്. ഓവ് എന്ന് വെച്ചാൽ എന്താ? വെള്ളം പോകുന്നതിനുള്ള ചാല്. വെടിപ്പാക്കുക എന്ന് വെച്ചാൽ എന്താ? വൃത്തിയാക്കുക. പഞ്ചമം അഞ്ചാമത്തെ. അന്ധപ്രേമം അന്ധമായ പ്രേമം.
നീര് എന്താ വെള്ളം. ലജ്ജ എന്ന് വെച്ചാൽ എന്താ നാണം. കാമാന്ധൻ എന്ന് വെച്ചാൽ കാമം കൊണ്ട് കണ്ണു കാണാത്തവൻ. നിസ്സാർത്ഥം എന്ന് വെച്ചാൽ സ്വാർത്ഥതയില്ലാത്ത. ഓക്കെ, നമുക്ക് ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. നമ്മളിന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മകഥയിലെ കുറച്ച് ഭാഗം അല്ലെ, ഒരു ഭാവന സ്മരണ എന്ന് പറയുന്ന പാഠവും പഠിച്ചു, പകരം പദവും പഠിച്ചു. ഓക്കെ, ബാക്കി നമുക്ക് വിപരീത പദം, പര്യായ പദം, തിരിച്ചെഴുതുക, അതൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പാഠം വായിക്കണം. വായിക്കുന്നതിന്റെ വോയിസ് മെസ്സേജ് ടീച്ചറിന് ഇട്ട് തരണം. ഓക്കെ, അപ്പൊ ഈ പകരം പദം നിങ്ങൾ എഴുതണം. എന്നിട്ട് അതും ടീച്ചർ പഠിക്കുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് ഇട്ട് തരിക. നോട്ട്സ് ടീച്ചറിന് അയച്ചു തരിക. ഈ ടീച്ചർ ഇന്ന് പഠിപ്പിച്ച പകരം പദങ്ങൾ നിങ്ങളുടെ കോപ്പിറൈറ്റ് ബുക്കിൽ എഴുതി അതിന്റെ നോട്ട് ടീച്ചറിനെ സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, സംശയം എന്തെങ്കിലും ക്ലാസ് ചെയ്യാം. ഓക്കെ,